നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി സംരക്ഷണ ദിനാചരണവും ഹയർ സെക്കൻഡറി അവകാശ പത്രിക സമർപ്പണവും നടത്തി. അശാസ്ത്രീയമായി ബാച്ചുകളും സീറ്റുകളും വർദ്ധിപ്പിച്ചത് ഹയർ സെക്കൻഡറിയിൽ അധ്യാപക തസ്തികകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന ട്രഷറർ UT അബൂബക്കർ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC വൈസ് പ്രസിഡന്റ് വീക്ഷണം മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റുമാരായ സജു T വർഗീസ്, MT മുഹമ്മദ്, ഷെറീന ഇക്ബാൽ, ഡോക്ടർ പ്രദീപ് കറ്റോട്, K ഷാം, ഡോക്ടർ AC പ്രവീൺ, K സുബൈർ, PM ഉണ്ണികൃഷ്ണൻ, B വിനോദ്, മുഹമ്മദ് അലി, K അബ്ദുൽ ജലീൽ, ഡോക്ടർ രാജേഷ്, അജാസ് K, ത്വയ്ബ്, നിഷ എഡ്രിക്കോഡ്, J റെജിൻ എന്നിവർ സംസാരിച്ചു. ജൂനിയർ സീനിയർ പ്രശ്നം പരിഹരിക്കുക, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഏകീകരണം ഉപേക്ഷിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ഭിന്നശേഷി നിയമത്തിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കുക, ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ നിർത്തലാക്കുക, മെഡിസെപ് കാര്യക്ഷമമാക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള അവകാശ പത്രിക മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ S ജൂഡ് ലൂയിസിന് സമർപ്പിച്ചു. ഇന്ന് കേരളത്തിലെ 7 RD മേഖലകളില് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ മേഖലകളില് AHSTയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ സംസാരിക്കുന്നതിൽ നമ്മുടെ ബാച്ച് നഷ്ടപ്പെടുമല്ലോ, നമ്മുടെ സ്കൂളിൽ അധ്യാപകർക്കുള്ള സംരക്ഷണം ഇല്ലാതാവുമല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാവും ഒരുപക്ഷെ നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെന്റിനെ കടക്കാൻ അനുവദിക്കരുത്. അത് ശക്തമായ നിലപാടെടുക്കണം. അത് പറഞ്ഞു പോയിട്ട് ഒരു അച്ചടക്കത്തിന്റെ വിഷയം പാർട്ടിയിലില്ല, പുറത്തുമില്ല. അതിനൊക്കെ ചില വരമ്പുകളുണ്ടല്ലോ. നമ്മുടെ വേദികളിൽ, നമ്മുടെ സമ്മേളനങ്ങളിൽ, നമ്മുടെ പ്രമേയങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ വരുത്തുന്നു എന്നുള്ളതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലൊന്നും നടത്തേണ്ട കാര്യമില്ല. ആവശ്യമായ സമയങ്ങൾ, തെറ്റായ സംഗതികൾ, സമയം കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ കാണും എല്ലാത്തിലും. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. അബ്ദുൽ സലാം, ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.